കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന് തുളസി പോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് താമര എന്ന് ഏവർക്കും അറിയാമല്ലോ. ഭഗവാന്റെ കയ്യിൽ മഹാപ്രഭുവായി ദർശനമരുളുന്ന നേരത്ത് ശംഖ്, ചക്രം, ഗദ, പത്മം അതായത് താമര ഉണ്ടായിരിക്കുന്നതായി നാം ഏവർക്കും അറിയാവുന്നതാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണല്ലോ നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാൻ. ആ ഗുരുവായൂരപ്പ ഭഗവാന്റെ ലീലകൾ ഇന്ന് അനുഭവിക്കുന്ന ഭക്തർ ധാരാളമുണ്ട്. ഇത് കേൾക്കുന്ന ഭക്തരിൽ ആർക്കൊക്കെയാണ് അത്ഭുത ലീലകൾ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അനുഭവം മുഴുവനായും എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് എഴുതുക. ഭഗവാന്റെ അത്ഭുത ലീലകൾ ഇനിയും അനുഭവിക്കാൻ പോകുന്നവർക്കും എഴുതാം കേട്ടോ, ഹരേ കൃഷ്ണ എന്ന്. നമുക്കിനി ഗുരുവായൂർ അമ്പലത്തിലെ താമരക്കണ്ണനെ കുറിച്ച് അറിയാം. ഗുരുവായൂർ അമ്പലത്തിൻ്റെ അകത്ത് ശ്രീകോവിലിൻ്റെ ഇടത് ഭാഗത്തായി, അതായത് നാം ശ്രീകോവിലിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തായിട്ടാണ് മണിക്കിണർ കാണുന്നത്. അതിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ ശ്രീകോവിലിൻ്റെ പുറത്തുള്ള ചുവരിൽ ഒരു താമരയിലിരിക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാം. ഗുരുവായൂർ അമ്പലത്തിനകത്ത് ഈ താമരക്കണ്ണന് ഒരു കഥയുണ്ട്. അതായത് ബിൽവമംഗലം സ്വാമിയാരെ പറ്റി നാം കേട്ടിട്ടുണ്ടല്ലോ. പരമ ഗുരുവായൂർ ഭക്തനായ ബിൽവമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ പ്രത്യക്ഷനാണല്ലോ. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അദ്ദേഹം ഗുരുവായൂരപ്പ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട്, അതായത് ഓരോ രൂപത്തിലും ഭാവത്തിലുമുള്ള നമ്മുടെ ഉണ്ണിക്കണ്ണനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള സ്തുതികൾ ചൊല്ലാൻ തുടങ്ങി. ഭഗവാനോ വില്ലുമംഗലം സ്വാമിയാർ ഏതേത് രൂപത്തിൽ പ്രകീർത്തിക്കുന്നുവോ അതാത് രൂപത്തിൽ അദ്ദേഹത്തിന് ദർശനം നൽകിക്കൊണ്ടേയിരുന്നു. അതൊരു കളി പോലെയായി ഭഗവാനും വില്ലുമംഗല സ്വാമിയാരും കൂടെ. അങ്ങനെ താമരയിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ട് ഭഗവാനെ അദ്ദേഹം സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ചു കഴിഞ്ഞ് വില്ലുമംഗല സ്വാമിയാർ ഭഗവാനെ നീട്ടി വിളിച്ചു, ഭഗവാനെ താമരക്കണ്ണ എന്ന്. അപ്പോൾ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി തൃക്കൈ വെണ്ണയോട് കൂടി താമരപ്പൂവിൽ ഇരിക്കുന്ന ദർശനം അദ്ദേഹത്തിന് നൽകി. അപ്പോഴേക്കും നേരം വെളുത്തു. തിരുനട തുറക്കാനായി സമയമായിട്ടുണ്ട്. കണ്ണൻ നോക്കിയപ്പോൾ അതാ മേൽശാന്തി വരുന്നു. എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കിടക്കണമല്ലോ. കണ്ണൻ ശ്രീകോവിലിലേക്ക് ഓടി. പിന്നാലെ വില്ലുമംഗലം സ്വാമിയാരും ഓടി. ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് കണ്ണൻ നോക്കിയപ്പോഴേക്കും അതാ മേൽശാന്തി താക്കോലിട്ട് ശ്രീകോവിൽ തുറക്കാൻ തയ്യാറാവുകയാണ്. അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുന്നേ ഉള്ളിലേക്ക് കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ, മണിക്കിണറിന് സമീപമുള്ള ആ ചുമരിലൂടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറി. ഹരേ കൃഷ്ണ, ഭഗവാന്റെ ലീല നോക്കൂ. ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നല്ലോ ഭഗവാൻ. ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞാണ് ഉള്ളിലേക്ക് കയറിയത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വില്ലുമംഗലം സ്വാമിയാർ പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ ആളുകളുടെ സഹായത്താൽ അതേ ചുമരിൽ തന്നെ വരച്ചുവെന്ന് പറയപ്പെടുന്നു. ഇപ്പോഴും നാം അവിടെ തൊഴുകയാണെങ്കിൽ കണ്ണൻ അവിടെ ഉള്ളിൽ കാണും. കാരണം കണ്ണൻ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണ് ആ ചുമര്. നാം ഏവരും ഇനി ഗുരുവായൂരമ്പലത്തിൽ അകത്ത് കയറുമ്പോൾ ഭഗവാനെ കണ്ട് പ്രദക്ഷിണമായി വന്ന് മണിക്കിണറിനടുത്തേക്ക് പോകുന്ന സ്ഥലത്ത് നിന്നിട്ട് ശ്രീകോവിലിൻ്റെ ആ ചുമരിലേക്ക് നോക്കിയാൽ മതി. ആ കുസൃതിയായ താമരക്കണ്ണനെ നമുക്ക് ദർശിക്കാം. ചില സമയത്ത് മണിക്കിണറിനരികിലെ ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കും. ആ ഗേറ്റ് തുറന്നിരുന്നാൽ നമുക്ക് ഒന്ന് കയറി വലത്തോട്ട് തിരിഞ്ഞ് ശ്രീകോവിലിൻ്റെ ചുമരിൽ നമ്മുടെ താമരക്കണ്ണനെ മനംകുളിരെ ദർശിക്കാവുന്നതാണ്. നമ്മുടെ ഈ താമരക്കണ്ണനെ ഒരു നോക്ക് കണ്ടിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഹരേ കൃഷ്ണ. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് എഴുതാട്ടോ, ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതുവരെ കാണാൻ സാധിക്കാത്തവർക്ക് അടുത്ത തവണ ഗുരുവായൂരമ്പലത്തിനകത്ത് കയറുമ്പോഴേക്കും ഭഗവാന്റെ താമരക്കണ്ണനായിട്ടുള്ള രൂപം കാണാൻ സാധിക്കട്ടെ എന്ന്
നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നമ്മുടെ ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.